നാട്ടുമാവ് സംരക്ഷണത്തിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് പഴയങ്ങാടി വെങ്ങരയിലെ അച്ചുമാൻ്റകത്ത് മൈമുനത്ത്. ഇതിനകം വ്യത്യസ്തങ്ങളായ 42 ഇനം നാട്ടുമാവിൻ തൈകൾ ശേഖരിച്ച് ആവശ്യക്കാർക്ക് സൗജന്യമായി നൽകിയിട്ടുണ്ട് ഈ പരിസ്ഥിതി പ്രവർത്തക. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ഇവർ അംഗീകാരം നേടിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കുകയാണ് വെങ്ങരയിലെ ഒരു വീട്ടമ്മ. അച്ചുമാൻ്റകത്ത് മൈമുനത്ത്. മൈമുനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ വേണ്ടി പോകുന്നത്. നമസ്കാരമുണ്ട്. നമസ്കാരം. എത്ര കാലമായി ഈ നാട്ടുമാവ് സംരക്ഷിക്കാൻ തുടങ്ങിയിട്ട്? 2017 മുതൽ തുടങ്ങിയതാണ്. 2017 മുതൽ തുടങ്ങിയിട്ടുണ്ടല്ലേ? കുട്ടികൾക്ക് പിന്നെ ഇവിടെ വെങ്ങര പ്രിയദർശിനി സ്കൂളിലെ കുട്ടികൾക്കാണ് കൊടുക്കല്. ഫസ്റ്റ് 2017 400 തൈകൾ ഉണ്ടാക്കി, എന്നിട്ട് 2 സ്കൂളിലായിട്ട് കൊടുത്തു. പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ സ്ഥിരമാക്കി. സ്ഥിരമായിട്ട് അല്ലേ? ഒരു കൃഷിയോടുള്ളൊരു താല്പര്യമാണ് ഇത് ഉണ്ടാക്കാനുള്ളൊരു കാരണം. ചെറുപ്പം മുതലേ കൃഷിയോട് താല്പര്യം. ഉമ്മാമില്ലേ കാലത്തോടെ ഇത് കൊണ്ടു നടക്കുന്നതാണ് കൃഷിയോട്. ഞാൻ ഒരു പാരമ്പര്യമായിട്ട് അനക്കും കിട്ടി. ഇവർ പറയും പാരമ്പര്യമായിട്ട് ഇവക്കാ കിട്ടീന് കൃഷിയോടുള്ളൊരു താല്പര്യം. എങ്ങനെയാണ് ഇത് പിന്നെ ഇതിന്റെ നമ്മുടെ വിത്തുകളൊക്കെ ശേഖരിക്കുന്നത്? എങ്ങനെയാണ്? ഓരോ മാവിൻ ചോട്ടിൽ പോയിട്ട് വിത്തുകളെല്ലാം ശേഖരിക്കും. ഓരോ വീട്ടിൽ പോയി ചോദിക്കും എന്നാണ് ഇത് മാവ് എന്ന്. അന്നേരം അവർ പറഞ്ഞു തരും ഇന്നതാന്ന് മാങ്ങാന്ന് പറഞ്ഞു തന്നാല് അത് ശേഖരിച്ചാ കൊണ്ട് നട്ടിട്ട് എല്ലാവർക്കും കൊടുക്കല്. നാട്ടുമാവിന് എല്ലാവരും ചോദിക്കല്, ഇന്നത് വേണം ഇന്നത് ആക്കി തരുമെന്ന്. എല്ലാവർക്കും അതുപോലെ ചെയ്തു കൊടുക്കും. ഏകദേശം എത്ര വെറൈറ്റി മാവുകൾ നമ്മൾ ഇതുവരെ? 42 ഇനം. 42 ഇനം വിത്തുകൾ ഇതുവരെ ശേഖരിച്ചു അല്ലേ? പിന്നെ അതിനുശേഷം പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഇപ്പം കൊടുക്കല്. അങ്ങനെ പേര, ഇങ്ങനെ പിന്നെ ഫ്രഷൻ ബൂട്ട് തൈ, അങ്ങനെ സ്കൂളിൽ അങ്ങനെ കുട്ടികൾക്ക് ഫ്രഷൻ ബൂട്ട് തൈകൾ കൊടുത്ത് മത്സരം വെച്ചു. എന്നിട്ടാണ് 2 കുട്ടികളാണ് നട്ടിട്ട് പിന്നെ കായ്ച്ചിട്ട് സ്കൂളിൽ കൊണ്ടുവന്നത്. അവർക്ക് എൻ്റെ വക ക്യാഷ് പ്രൈസ് സമ്മാനമായി കൊടുത്ത്. കഴിഞ്ഞ വർഷം പപ്പായ 100 പപ്പായാണ് സ്കൂളിന് കൊടുത്തത്. അതും ഒരു മത്സരം വെച്ചു. അങ്ങനെ ഒരു കുട്ടിയാണ് പപ്പായ പഴുത്ത് എനിക്ക് കൊടുത്തു. അതന്നെ ഒരു സന്തോഷമല്ലേ? അങ്ങനെ ആ കുട്ടിക്കും ഞാൻ ക്യാഷ് പ്രൈസ് കൊടുത്തു. ഈ ഫലങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആളുകൾ നമ്മളോട് പറയും എന്താണ് ആ സമയത്ത് ഉണ്ടാവുന്ന സന്തോഷം? എങ്ങനെയാണ് പറഞ്ഞു തന്നു? അവര് ഫോൺ വിളിച്ച് പറയും നീ തന്ന മരത്ത് കായുരിച്ചു, ഇതാ ഫോട്ടോ ഇട്ട് തരും. പേരക്കയിലും മുറിച്ചിട്ട് എനിക്ക് നല്ല ചുവപ്പ് പേരക്ക ആയോണ്ട് അതിന്റെ ഫോട്ടോ ഇട്ട് തന്നു. അതന്നെ ഒരു സന്തോഷല്ലേ? അപ്പോൾ ഈ മേഖലയിൽ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും പ്രത്യേകിച്ച് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അവാർഡുകളും കാര്യങ്ങളൊക്കെ? മുഖ്യമന്ത്രിന്റെ അടുത്ത് നിന്ന് പിന്നെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് 2017. പിന്നെ ഓരോ സ്കൂളിൽ നിന്ന് വിളിക്കും. പിന്നെ നമ്മളെ വാതൂതി എരുവര സ്കൂളിൽ നിന്ന് അവര് സയൻസ് ക്ലബ്ബ് ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നു. അങ്ങനെ അവർ ആടുന്ന സമ്മാനം കിട്ടിയിരുന്നു. അങ്ങനെ എല്ലായിടത്തും വിളിക്കലുണ്ട്. പരിസ്ഥിതിയെ കുറിച്ച് അറിയാനും പറയാനല്ലോ അല്ലേ? അപ്പോൾ ഇനിയും ഈ രംഗത്ത് തുടരാൻ തന്നെയാണ് ആഗ്രഹം? പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഉണ്ട്. വലിയൊരു കൃഷിയാക്കണം ഒരു ആഗ്രഹമുണ്ട്. അത് ദൈവം സഹായിച്ചിട്ട് നോക്കട്ടെ ചെയ്യാന്ന് വിചാരിക്കുന്നു. എന്തായാലും മൈമുനത്തിൻ്റെ കൃഷി അല്ലെങ്കിൽ അവർ നട്ട സീഡ്സൊക്കെ നമുക്ക് കാണാനുണ്ട്. ഒരു പക്ഷേ ഇക്കാലത്ത് വേറിട്ട ഒരു പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയയാവുകയാണ് നമ്മുടെ മൈമുനത്ത്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്.